അബുദാബി എന്ന ധനിക നഗരിയിൽ ഷെയ്ഖ് ഹമദ് അൽ ഖാസിമിയുടെ പ്രൗഢമായ കൊട്ടാരത്തിന്റെ നിഴലിൽ ഹൈറേഞ്ചിലെ തണുപ്പിൽ നിന്നും വന്ന ഹക്കീം എന്ന ചെറുപ്പക്കാരൻ ജീവിച്ചു. 4 സൂര്യോദയങ്ങൾ അവൻ ആ മരുഭൂമിയിൽ പൂർത്തിയാക്കി. അവന്റെ ജീവിതം ലെക്സസിന്റെ കറുത്ത ചില്ലുകൾക്കുള്ളിൽ ഒതുങ്ങി. പണം അവന് ജോലിയും ദൂരെയുള്ള കുടുംബത്തിന് പ്രതീക്ഷയുമായിരുന്നു. എന്നാൽ അവന്റെ ആത്മാവ് തണുത്ത ഏകാന്തതയിൽ തളർന്നിരുന്നു. ആ കൊട്ടാരത്തിലെ ഏക പുഷ്പമായിരുന്നു നോറ, ഷെയ്ഖിന്റെ മകൾ. അവൾ നിയമങ്ങളുടെയും പാരമ്പര്യത്തിന്റെയും മതിൽക്കെട്ടിനുള്ളിൽ തടവിലായിരുന്നു. യൂണിവേഴ്സിറ്റിയിലെ വിദ്യാഭ്യാസം അവളെ ലോകത്തെക്കുറിച്ച് ബോധവതിയാക്കി. പക്ഷേ ആ അറിവുകൾ പോലും ഈ കൊട്ടാരത്തിലെ കർശനമായ നിയമങ്ങൾക്കുള്ളിൽ തളർന്നുപോയിരുന്നു. അവളുടെ കണ്ണുകളിൽ സ്വപ്നങ്ങളുടെ തിളക്കമുണ്ടായിരുന്നു, ഒപ്പം നിയന്ത്രണങ്ങളുടെ വിങ്ങലും. നോറയുടെ നിത്യയാത്രകളിലെ കൂട്ടുകാരൻ ഹക്കീമായിരുന്നു. മണിക്കൂറുകളോളം നീളുന്ന യാത്രകൾ. ആദ്യമൊക്കെ നിശബ്ദതയായിരുന്നു കാറിനുള്ളിലെ കൂട്ട്. നോറ പിൻസീറ്റിൽ, ഹക്കീം മുന്നിൽ. പിന്നെ ഒരു മഴ ദിവസത്തെ സംസാരത്തിലെ അകലം പതിയെ കുറഞ്ഞു. ഹക്കീമിന്റെ നാട്ടിലെ മഴ എനിക്കൊന്ന് കാണാൻ കഴിഞ്ഞിരുന്നെങ്കിൽ, നോറ ആഗ്രഹത്തോടെ പറഞ്ഞു. മാഡം, ഇവിടെ മഴയേക്കാൾ കൂടുതൽ മണൽക്കാറ്റാണ്. മഴ കാണണമെങ്കിൽ ഞാനോടിച്ച കാറിൽ നാട്ടിലേക്ക് വരണം. അവന്റെ വാക്കുകളിൽ ആത്മാർത്ഥത നിറഞ്ഞു. അവളുടെ ചിരികാറിനുള്ളിലെ നിശബ്ദതയെ തകർത്തു. അതോടെ ആ ലോകങ്ങൾ പരസ്പരം സംസാരിച്ചു തുടങ്ങി. നോറ യൂണിവേഴ്സിറ്റി ലൈബ്രറിയിലെ പുസ്തകങ്ങളെക്കുറിച്ചും അവൾ വായിച്ച പ്രണയകഥകളെക്കുറിച്ചും പറഞ്ഞു. ഹക്കീം നാട്ടിലെ പെരിയാറിന്റെയും ഏലത്തിന്റെ മണമുള്ള മണ്ണിൽ നിന്നുള്ള ഓർമ്മകൾ പങ്കുവച്ചു. അവളുടെ ഓരോ ചോദ്യങ്ങളും അവന്റെ ഏകാന്തതയെ പതിയെ മായ്ച്ചു. ആ സംസാരങ്ങൾ മൊബൈൽ ഫോണുകളിലേക്ക് നീണ്ടു. പാതിരാത്രിയിൽ മരുഭൂമിയുടെ നിശബ്ദതയിൽ അവളുടെ സന്ദേശങ്ങൾ അവന്റെ ഫോണിൽ വെളിച്ചം പരത്തി. നോറ, എനിക്ക് പേടിയാണ് ഹക്കീം, എന്റെ ഭാവിയെക്കുറിച്ച്. ഇവിടെ എല്ലാം തീരുമാനിക്കുന്നത് എന്റെ വാപ്പയാണ്. ഹക്കീം, നോറ, നീ ശക്തയാണ്. നിനക്ക് നിന്റെ സ്വപ്നം നേടാൻ കഴിയും. അവന്റെ വാക്കുകൾ ഒരു ആശ്വാസമായിരുന്നു. ആ സൗഹൃദം എപ്പോഴോ അതിരുകൾ ഭേദിച്ച് അഗാധമായ പ്രണയമായി മാറി. അവർക്കറിയാമായിരുന്നു തങ്ങൾ നിയമത്തെയും പാരമ്പര്യത്തെയും ചോദ്യം ചെയ്യുകയാണ്. ഈ പ്രണയം ഒരു കുറ്റകൃത്യമാണ് ആ കൊട്ടാരത്തിൽ. ഹക്കീം, നോറാനി ഒരു രാജകുമാരിയാണ്, ഞാൻ വെറുമൊരു ഡ്രൈവർ. നമ്മുടെ പ്രണയം ഇതൊരു കവിത പോലെ മനോഹരമാണ്, പക്ഷെ യാഥാർത്ഥ്യമല്ല. അവന്റെ സ്വരത്തിൽ വേദനയും ഭയവും. നോറ, എനിക്ക് ഈ കിരീടം വേണ്ട ഹക്കീം, നിന്റെ സത്യസന്ധമായ സ്നേഹം മതി. ഞാൻ നിന്നെ വിട്ട് മറ്റൊരാളെ വിവാഹം കഴിക്കില്ല. അവളുടെ വാക്കുകളിൽ തീവ്രമായ വാശി. അവരുടെ രഹസ്യമൊടുവിൽ മരുഭൂമിയുടെ മണൽക്കാറ്റിനേക്കാൾ വേഗത്തിൽ ഷെയ്ഖിന്റെ കൊട്ടാരത്തിലെത്തി. നോറയുടെ ഫോണിൽ നിന്നും ഹക്കീമിന്റെ ചിത്രവും മെസ്സേജുകളും ഷെയ്ഖിന്റെ ഭാര്യയുടെ കണ്ണിൽപ്പെട്ടു. ആ വിവരം ഷെയ്ഖ് ഹമദിനെ അറിയിച്ചപ്പോൾ അയാളുടെ ഹൃദയം ഒരു ഇടിമുഴക്കം പോലെ നിന്നുപോയി. അയാൾ തളർന്നുപോയി. ഷെയ്ഖ്, അവിശ്വസനീയം, എന്റെ മകൾ ഒരു തൊഴിലാളിയോടൊപ്പം. ഈ നാണക്കേട് എന്റെ കുടുംബം എങ്ങനെ സഹിക്കും? അയാൾ ഹൃദയം നുറുങ്ങിയ പിതാവായി മാറി. അടുത്ത ദിവസം രാവിലെ ഹക്കീം ഷെയ്ഖിന്റെ മുന്നിൽ നിന്നു. ഷെയ്ഖ് ഹമദിന്റെ കണ്ണുകളിൽ കണ്ടത് ദേഷ്യമായിരുന്നില്ല, മറിച്ച് തിരിച്ചറിയാൻ കഴിയാത്ത ഒരു ശൂന്യതയായിരുന്നു. ഹക്കീം, ഷെയ്ഖ് വളരെ നേരം നിശബ്ദനായി നിന്നു. ഞാൻ നിന്നെ വിശ്വസിച്ചു. എന്റെ മകളുടെ സുരക്ഷ നിന്റെ കയ്യിലായിരുന്നു. എന്റെ വിശ്വാസം നീ തകർത്തു. നിന്റെ പ്രണയം ഇവിടെ വിലപ്പോവില്ല. നമ്മുടെ അതിരുകൾ നിനക്കറിയില്ലേ? ഹക്കീം തല ഉയർത്തി. ഷെയ്ഖ്, ഞാൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല. ഞാൻ അവളെ സ്നേഹിച്ചു. സത്യസന്ധമായി. അവന്റെ വാക്കുകൾ ധീരമായിരുന്നെങ്കിലും ഉള്ളിൽ വിറച്ചു. നിന്റെ സത്യസന്ധത വിലമതിക്കുന്നു, ഷെയ്ഖ് മെല്ലെ പറഞ്ഞു. പക്ഷേ ഈ ബന്ധം ഇവിടെ അവസാനിക്കണം. ഇതെന്റെ മകൾക്ക് നൽകുന്ന ദുരിതത്തെക്കുറിച്ച് നീ ചിന്തിക്കണം. ഷെയ്ഖ് ഹമദ് പ്രതികാരത്തിന്റെ ക്രൂരമായ വഴി തിരഞ്ഞെടുത്തില്ല. അതിലും വലിയ ശിക്ഷയായിരുന്നു അയാൾ നൽകിയ വേർപാട്. ഷെയ്ഖ്, നിനക്ക് പോകാം. നിന്റെ സേവനത്തിന് ലഭിക്കേണ്ടതിലും കൂടുതൽ പണം ഇതിലുണ്ട്. നീ ഈ നിമിഷം ഈ നഗരം വിടണം. നീ പോവുകയാണെങ്കിൽ നിന്റെ മരണം വരെ ഞാൻ നോറയെ ഉപദ്രവിക്കില്ല. നീ ഇവിടെ നിന്നാൽ ഞാൻ അവൾക്ക് നരകം കൊടുക്കും. തിരഞ്ഞെടുപ്പ് നിന്റേതാണ്. ആ വാക്കുകൾ ഹക്കീമിനെ തകർത്തു. നോറയുടെ സുരക്ഷ, അവളുടെ സന്തോഷം, അതായിരുന്നു അവന്റെ പ്രണയത്തിന്റെ ആത്യന്തികമായ ലക്ഷ്യം. തന്റെ പ്രണയം അവളുടെ ദുരിതത്തിന് കാരണമാകാൻ അവൻ ആഗ്രഹിച്ചില്ല. കണ്ണുനീർ ഒതുക്കി അവൻ തലകുനിച്ചു. ആ പണം വാങ്ങിയ അയാൾ ശൂന്യനായി ആ കൊട്ടാരത്തിൽ നിന്നും ഇറങ്ങി നടന്നു. നോറയെ ഒരു നോക്ക് കാണാൻ പോലും അവന് കഴിഞ്ഞില്ല. ഹക്കീം പോയതറിഞ്ഞ് നോറ ഭ്രാന്തിയെപ്പോലെ കരഞ്ഞു. അവൾ വാപ്പയെ ശകാരിച്ചു. നോറ,
നിങ്ങൾ എന്റെ ജീവിതം തകർത്തു. എന്റെ സന്തോഷം നിങ്ങൾ കവർന്നു. അവളുടെ ശബ്ദം വേദനയിൽ തകർന്നു. ഷെയ്ഖ്, എന്റെ മോളെ, നിനക്ക് വേണ്ടി ഞാൻ ചെയ്തതാണ്. ലോകം നിന്നെ വിചാരണ ചെയ്യും. നിന്റെ ഭാവിക്കുവേണ്ടി ഞാൻ അവനെ പറഞ്ഞുവിട്ടു. അവൻ മടങ്ങിവരില്ല. നീ അവനെ മറക്കുക. നോറ മാസങ്ങളോളം ആ കൊട്ടാരത്തിൽ ദുരിതത്തിലായി. അവളുടെ കണ്ണുകൾ ഹക്കിമിനെ തിരഞ്ഞു. അവളുടെ വേദന കണ്ടപ്പോൾ ഷെയ്ഖ് ഹമദ് തളർന്നു. അയാൾ മകളുടെ ഭാവിയിൽ തന്റെ അധികാരം ഉപയോഗിക്കുന്നതിൽ ദുഃഖിച്ചു. ഒടുവിൽ അയാൾ നോറയ്ക്ക് മുന്നിൽ യൂറോപ്പിലേക്കുള്ള ടിക്കറ്റ് വെച്ചു. പോകൂ മോളെ, നീ ആഗ്രഹിച്ച സ്വാതന്ത്ര്യം നേടൂ. ഈ നഗരത്തിൽ നിന്ന് അകന്നുപോകുമ്പോൾ നിന്റെ ദുഃഖം മാറും. നിന്റെ ഇഷ്ടം പോലെ ജീവിക്കാം. വാപ്പയുടെ പ്രായം അവളെ നോവിച്ചു. അവൾ ഹക്കിമിനെ ഓർത്തു. അവൻ പോയത് തന്റെ സുരക്ഷയ്ക്കു വേണ്ടിയാണെന്ന് അവൾ മനസ്സിലാക്കി. അവൾ യാത്ര തിരിക്കുന്നതിന് മുൻപ് ഹക്കിമിന് ഒരു മെസ്സേജ് അയച്ചു. നീ സുരക്ഷിതനായിരിക്കണം. ഞാൻ നിനക്കുവേണ്ടി യാത്രയാകുന്നു, നോറ. ആ സന്ദേശം പക്ഷേ അതിർത്തി കടന്നുപോയ ഹക്കിമിന്റെ ഫോണിലെത്തിയില്ല. ഹക്കിം നാട്ടിലെത്തി. അവന്റെ മനസ്സ് ഒരു മഴയില്ലാത്ത മരുഭൂമി പോലെയായിരുന്നു. അവൻ പുതിയൊരു ജീവിതം തുടങ്ങി. നോറ യൂറോപ്പിലേക്ക് പോയെന്നറിഞ്ഞപ്പോൾ അവൻ തകർന്നെങ്കിലും ആശ്വസിച്ചു. അവൾ സുരക്ഷിതയാണ്. തന്റെ ത്യാഗം വെറുതെയായില്ല. വർഷങ്ങൾ കടന്നുപോയി. നോറ ഒരു പ്രമുഖ യൂറോപ്യൻ കമ്പനിയിൽ ഉന്നത സ്ഥാനം നേടി. പക്ഷേ അവളുടെ ഹൃദയം ഏകാന്തമായിരുന്നു. ഹക്കിമിന്റെ ഓർമ്മകൾ അവളെ വിവാഹത്തിൽ നിന്നും പിന്തിരിപ്പിച്ചു. ഷെയ്ഖ് ഹമദ് മകളുടെ ഒറ്റപ്പെട്ട ജീവിതം കണ്ടപ്പോൾ ദുഃഖിച്ചു. ഒടുവിൽ കുടുംബത്തിന്റെ നിർബന്ധത്തിന് വഴങ്ങിയവൾ ഒരു വിവാഹത്തിന് സമ്മതിച്ചു. അതൊരു തീരുമാനമായിരുന്നു, പ്രണയമായിരുന്നില്ല. അവരുടെ വിവാഹദിനത്തിൽ ലോകത്തിന്റെ മറ്റൊരറ്റത്ത് കേരളത്തിലെ മഴ പെയ്യുന്ന ഒരു സന്ധ്യയിൽ ഹക്കീം തന്റെ മുറിയിൽ ഏകാന്തനായിരുന്നു. അവന്റെ കൈയിൽ നോറയുടെ ഒരു പഴയ ചിത്രമുണ്ടായിരുന്നു. ഹക്കീം, നീ എവിടെയായിരുന്നാലും സന്തോഷവതിയായിരിക്കണം നോറ. അതേസമയം വിവാഹവസ്ത്രമണിഞ്ഞു നിൽക്കുന്ന നോറ കണ്ണാടിയിലെ പ്രതിബിംബത്തിൽ കണ്ണീരോടെ ഹക്കീമിനെ ഓർത്തു. അങ്ങനെ അവരുടെ പ്രണയം വിധിക്കു മുന്നിൽ തോറ്റു. മരുഭൂമിയിലെ ആ സുവർണ സ്വപ്നം യാഥാർത്ഥ്യമാകാത്ത രണ്ട് ലോകങ്ങളിലായി തീരാത്ത ഒരു ദുരന്ത ഇതിഹാസമായി എന്നേക്കുമായി നിലകൊണ്ടു.